ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. ജസ്റ്റിസ് ബി.ആർ. ഗവായി വിരമിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെ ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ 53ാമത്തെ മുഖ്യ ന്യായാധിപനായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. ഒരു ഫസ്റ്റ് ജനറേഷൻ ലോയറായി ഉയർന്നു വന്ന വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 15 മാസമാണ് കാലയളവ്. 2027 ഫെബ്രുവരി 9 വരെ ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ CJI ആയി തുടരും. ഈ കാലയളവിൽ ഭരണഘടനാ നീതിയെ പുതിയ ഉയരങ്ങളിലേക്ക് അദ്ദേഹം ഉയർത്തുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത് 1962 ഫെബ്രുവരി 10 ഹരിയാനയിലെ ഹിസാറിലെ പെട്വാർ ഗ്രാമത്തിലെ ഒരു മധ്യവർഗ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മദൻ ഗോപാൽ ശർമ്മ ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു. ഒരു ഫസ്റ്റ് ജനറേഷൻ ലോയറാണ് അദ്ദേഹം. കുടുംബത്തിൽ ആദ്യമായി നിയമം പഠിച്ച വ്യക്തി. 1984 ഹിസാറിലെ ജില്ലാ കോടതിയിലാണ് അദ്ദേഹം ആദ്യമായി വക്കീലായി പ്രാക്ടീസ് തുടങ്ങുന്നത്. പിന്നീട് 1985 പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് മാറി. അവിടെ അദ്ദേഹം നിരവധി ഭരണഘടനാപരമായ കേസുകളിലും സിവിൽ കേസുകളിലും തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറഞ്ഞാൽ തൻ്റെ 38ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹരിയാനയുടെ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായി എന്നതാണ്. ആ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. പിന്നീട് 2004 അദ്ദേഹം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ജഡ്ജിയായി. 2018 ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി അദ്ദേഹം ഉയർത്തപ്പെട്ടു. അവിടെ നടത്തിയ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് ശേഷമാണ് 2019 മെയ് മാസത്തിൽ അദ്ദേഹം സുപ്രീം കോടതിയിലെ ജഡ്ജിയായി നിയമിതനാകുന്നത്. അന്നു മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 6 വർഷങ്ങളിൽ നിർണായകമായ പല ഭരണഘടനാ ബെഞ്ചുകളിലും അദ്ദേഹം അംഗമായിരുന്നു. സുപ്രീം കോടതി ജഡ്ജിയായിരിക്കെ തന്നെ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ പല വിധിന്യായങ്ങളിലും ജസ്റ്റിസ് സൂര്യകാന്ത് ഭാഗമായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ട ചിലത്: ഒന്ന്, ആർട്ടിക്കിൾ 370 ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസ് സൂര്യകാന്ത് അംഗമായിരുന്നു. അതുപോലെ തന്നെ സെഡിഷൻ ലോ, രാജ്യദ്രോഹ നിയമം, ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ നിലവിലുള്ള രാജ്യദ്രോഹ നിയമം സെക്ഷൻ 124A മരവിപ്പിക്കാൻ ഉത്തരവിട്ട ബെഞ്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അദ്ദേഹം നൽകുന്ന വില ഇതിലൂടെ തെളിഞ്ഞുവെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. മറ്റൊന്ന് പെഗാസസ് കേസാണ്. പൗരന്മാരുടെ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം വന്ന സമയത്ത് ദേശീയ സുരക്ഷയുടെ പേരിൽ സർക്കാരിന് എന്തിനും അനുവാദം നൽകാനാവില്ല എന്ന് ധീരമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ബെഞ്ചിൽ അദ്ദേഹം ജഡ്ജിയായിട്ടുണ്ടായിരുന്നു. 1 റാങ്ക് 1 പെൻഷൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ബെഞ്ച് വിധി പറഞ്ഞ മറ്റൊരു വിധിന്യായമാണ്. വിമുക്ത ഭടന്മാർക്ക് ഏറെ ആശ്വാസകരമായിരുന്ന 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി ശരിവെച്ചത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ്. അദ്ദേഹത്തിൻ്റെ സ്ത്രീപക്ഷ നിലപാടുകൾ സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള അഭിഭാഷക സംഘടനകളിൽ 33% സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യണമെന്ന് ഉത്തരവിട്ട ബെഞ്ചിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ചണ്ഡീഗഡിലെ നിർമ്മാണ നിരോധനം, കർഷകരുടെ അവകാശങ്ങൾ, നോട്ടു നിരോധനം ശരിവെക്കൽ, ഇങ്ങനെ തുടങ്ങി പല നിർണായക കേസുകളിലും ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇനി ജസ്റ്റിസ് സൂര്യകാന്ത് അല്ല, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് അദ്ദേഹം. അടുത്ത 15 മാസം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കേസുകൾ തീർപ്പാക്കുക എന്നതാണ് തൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം തൻ്റെ വീട്ടിൽ നടത്തിയ അനൗദ്യോഗിക മീഡിയ ബ്രീഫിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. സാധാരണക്കാരൻ എത്രയും വേഗത്തിൽ നീതി ലഭ്യമാക്കാൻ ആവുന്നത് ചെയ്യുക, അതിന് ടെക്നോളജി യൂസ് ചെയ്യുന്നത്, ടെക്നോളജിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നുവെന്നെല്ലാം അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് നിരവധി ദേശീയ പ്രാധാന്യമുള്ള കേസുകൾ അദ്ദേഹം പരിഗണിച്ചേക്കുമെന്ന സൂചന നൽകുന്നുണ്ട്. പൗരത്വ നിയമം അടക്കമുള്ള അനേകം ദേശീയ പ്രാധാന്യമുള്ള കേസുകൾ തീർപ്പാക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മുന്നിട്ടിറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനുവേണ്ടി കൂടുതൽ ഭരണഘടനാ ബെഞ്ചുകൾ സ്ഥാപിക്കും. അങ്ങനെ കൂടുതൽ ഭരണഘടനാ ബെഞ്ചുകൾ സ്ഥാപിക്കുക വഴി പ്രധാനപ്പെട്ട കേസുകൾ അതിവേഗം പരിഹരിക്കാനുള്ള ആസൂത്രണം നടത്തുമെന്ന്
അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. PMLA റിവ്യൂ, CEC ആക്ട് ചലഞ്ചുകൾ കേൾക്കാൻ, ട്രൈബ്യൂണൽ റിഫോം ചെയ്യാൻ, ഹൈക്കോടതി ജഡ്ജിമാരുടെ പെർഫോമൻസ് വിലയിരുത്താൻ, റോഹിംഗ്യകൾക്കുള്ള റെഫ്യൂജി സ്റ്റാറ്റസ്, ഡിജിറ്റൽ കണ്ടൻറ്റുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ഇത് നമ്മുടെ ജുഡീഷ്യറിയെ ഒന്നുകൂടി ജനകീയമാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഗണിക്കുമെന്ന് അദ്ദേഹം പറയുന്നത് അത് വളരെ പ്രതീക്ഷയോടെയാണ് നാം കാണേണ്ടത്. കാരണം നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന ചൊല്ല് നമ്മളൊക്കെ എപ്പോഴും ആവർത്തിക്കുന്നതാണ്. അത് മാറ്റാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ കർക്കശമായ നിലപാടുകൾക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യൻ ജുഡീഷ്യറി കൂടുതൽ കരുത്തു പ്രാപിക്കും എന്ന് നമുക്ക് ആശംസിക്കാം.